ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം ഏതാണെന്നറിയോ? LIC. നാം ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തുകൊണ്ട് LIC തിരഞ്ഞെടുക്കണം? LICയിൽ മറ്റേത് കമ്പനിക്കും ഇല്ലാത്ത വലിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സോവറിൻ ഗ്യാരണ്ടി. എന്താണ് ഈ സോവറിൻ ഗ്യാരണ്ടി? സോവറിൻ ഗ്യാരണ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒരു കാരണവശാൽ LIC പോളിസി എടുത്ത ആളുകൾക്ക് LICക്ക് തിരിച്ച് പണം കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായാൽ ഇന്ത്യ ഗവൺമെൻറ് ആ തുക നൽകുവാനുള്ള ഒരു ഗ്യാരണ്ടി. അതായത് ഇന്ത്യ ഗവൺമെൻറ് ഗ്യാരണ്ടി. ഒരു തരത്തിലും ആ തുക നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും വലിയ ഒരു എളുപ്പമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് KSF ഇല്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. KSFയിൽ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ കൊലാട്രൽ സെക്യൂരിറ്റി പറയും, ഈട് എന്ന് പറയില്ലേ നമ്മൾ. ഈ ഈടിന് വേണ്ടിയിട്ട് KSF ഒരു ഇൻഷുറുടെ ബോണ്ട് മാത്രമേ വാങ്ങിച്ചു വെക്കുള്ളൂ. നമുക്കറിയാം, ഒരുപാട് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ നമ്മുടെ ഈ നാട്ടിലെ രാജ്യത്ത് ഉണ്ട്. പക്ഷേ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് KSFയിൽ നിന്നും ചിട്ടിയിൽ ചേർന്ന് നമ്മൾ ചിട്ടി വിളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ചിട്ടി വിളിച്ച് തുക കൈപ്പറ്റുന്ന സമയത്ത് നമുക്ക് ഈടായിട്ട് നൽകാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ LIC പോളിസി ബോണ്ട്. പലരും പലവിധ സംവിധാനങ്ങളിലൂടെ നിക്ഷേപം നടത്തുകയും തുക നഷ്ടപ്പെടുന്നതൊക്കെ ആയിട്ട് എനിക്ക് നേരിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർ സംഭവിച്ചിട്ടുണ്ട്. അമിത ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് മനുഷ്യനെ പലപ്പോഴും ഒന്നുമില്ലായ്മയിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ അമിത ലാഭത്തിന് നമ്മളെപ്പോഴും ആഗ്രഹിക്കാതെ ഒരു മിതമായ നിരക്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകക്ക് ഒരു നല്ല സുരക്ഷിതത്വം കിട്ടുക എന്നുള്ളതിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥ മാറ്റിയെടുത്താൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ നിക്ഷേപങ്ങളിലൂടെ തന്നെ വലിയ ഒരു തുക സമ്പാദിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമുക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യർ അമിതമായ ആർത്തിമുഖത്തിട്ട് എവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തുക പലയിടങ്ങളിൽ ഒരു സുരക്ഷിതത്വവും നോക്കാതെ നിക്ഷേപിക്കുകയാണ്. അങ്ങനെയുള്ള ദുരവസ്ഥകളാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമാണ് കണ്ടത്. ഓൺലൈൻ നിക്ഷേപം നടത്തിയിട്ട് ഒരു BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. കാരണം 3 കോടിയിലധികം രൂപയാണ് നിക്ഷേപം നടത്തിയത്. അപ്പോൾ ആ പണം നഷ്ടപ്പെട്ടു ഓൺലൈൻ ട്രേഡിംഗ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാം നിശ്ചലമായ ഒരു അവസ്ഥയാണ്. ബസ് ഉടമകൾ, ഓഡിറ്റോറിയം ഉടമകൾ, അതുപോലെ തന്നെ പലരും വരുമാനമില്ലാത്ത ഒരു കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ നമുക്കറിയാം, നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ ചെയ്യരുത്. ഇപ്പോൾ ഗോൾഡ് ഒരുപാട് വാങ്ങിച്ചു വെക്കും, ലാഭം ഇങ്ങനെ ഗോൾഡിൻ്റെ റേറ്റ് ഉയർന്നു പോകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഗോൾഡ് കുറേ വാങ്ങിച്ചു വെക്കും. അപ്പോൾ പൈസ അങ്ങ് താണു പോകും ചില. അപ്പോൾ നിക്ഷേപം മൊത്തം എന്ത് കൊണ്ടുപോകും, നമ്മുടെ കയ്യിലുള്ള കാശ് കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടുപോകും. അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, അവർ LICയിൽ നിക്ഷേപിച്ച്, എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞാൻ പറയാം, പെൻഷൻ പദ്ധതികളിലൊക്കെ നിക്ഷേപിച്ചവർക്ക് നിത്യേന അവർ വരുമാനം, അവർ വീട്ടിലിരുന്നുകൊണ്ട് സിനിമ കാണുന്നു, TV കാണുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നു. പുറത്ത് കോവിഡും പ്രശ്നങ്ങളൊന്നും അവരുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് LICയിൽ നിന്നുള്ള പെൻഷൻ തുക വന്നുകൊണ്ടിരുന്നു. അതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നമ്മളൊരു ഗവൺമെൻറ് ജോലി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പെൻഷൻ തുകയ്ക്ക് സമാനമാണ് നമ്മളുടെ LICയിലെ പെൻഷൻ തുകയും. അത് കൃത്യമായി അവിടെ വരും. അതാണ് പറഞ്ഞത്, LIC എന്ന ഈ വലിയ ധനകാര്യ സ്ഥാപനം, ആ സ്ഥാപനത്തിന് പോലും എന്തെങ്കിലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. 55 ലക്ഷം കോടിയിലധികം ആസ്തികളിലെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനത്തെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് നമുക്കെല്ലാം അറിയാം. എങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും അതൊന്നും ബാധിക്കില്ല. അതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നിക്ഷേപം നടത്തുമ്പോൾ എപ്പോഴും സുരക്ഷിതത്വം നമ്മൾ നോക്കിക്കൊണ്ട് നിക്ഷേപം നടത്തുക. അമിത ലാഭത്തിൻ്റെ പിറകെ പോയാൽ ഉറപ്പായിട്ടും എപ്പോഴെങ്കിലും നമ്മൾ പെട്ടുപോകും. നമുക്ക് തന്നെ അറിയാം, ഇന്ന് പല സ്ഥാപനങ്ങളും
നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പെയ്ഡ് ന്യൂസ് കൊടുത്തിട്ടും 12.5% മുകളിലാണ് പലിശ നിരക്കൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്. ഒരിക്കലും 12% സാധാരണ ഒരു നിക്ഷേപം നടത്തിയാൽ കിട്ടില്ല. എല്ലാം ലാഭത്തിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. സുരക്ഷിതമായ നിക്ഷേപത്തിന് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങളുടെ സ്വന്തം ഷാജി. Every night I wait. Paradise seems so far away.